നിലമ്പൂർ അംഗം മുറുകുന്നു. എം സ്വരാജ് നിലമ്പൂരിൽ എത്തിയിരിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് LDF രംഗത്ത് ഇറക്കിയിരിക്കുന്നത്. CPM-ൻ്റെ യുവ നേതാക്കളിൽ ഏറ്റവും ശക്തിയുള്ള എം സ്വരാജ്, ദേശാഭിമാനിയുടെ റെസിഡൻറ്റ് എഡിറ്ററായ എം സ്വരാജ് ഇപ്പോൾ നിലമ്പൂരിൽ ഇറങ്ങുമ്പോൾ മറുവശത്ത് UDF നിലവള്ളം ചവിട്ടുകയാണ്. ആ നിലവള്ളം ചവിട്ടുന്നതിന് പ്രധാന കാരണം മറ്റൊന്നുമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകളാണ്. ജമാഅത്തെ ഇസ്ലാമികളെ മൗദൂദികൾ എന്നാണ് RSSകാർ വിശേഷിപ്പിക്കുന്നത്. മൗദൂദിയുടെ സിദ്ധാന്തം അനുസരിച്ച് പോകുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അവർക്ക് ചാനലുണ്ട്, പത്രമുണ്ട്. മാധ്യമം അവരുടെ പത്രമാണ്, മീഡിയ വൺ അവരുടെ ചാനലാണ്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി വർത്തമാനകാലത്തെ മാധ്യമ പ്രവർത്തക ലോകത്തും വളരെ ശക്തമായി തന്നെ നിൽക്കുന്നു. മാധ്യമം അവർ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് കൊണ്ടുപോകുന്ന പത്രമാണ്. സാമ്പത്തിക പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടായിട്ടും, നോട്ട് നിരോധനം വന്നതോടുകൂടി ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ മാധ്യമത്തിന് ഉണ്ടായി. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാത്ത അവസ്ഥയ്ക്ക് ഉണ്ടായി. പക്ഷേ അവർ പത്രം മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നു. മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളവും ഇത് തന്നെയാണ് അവസ്ഥ. മീഡിയ വണ്ണിനെ നിരോധിക്കണമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടതും നിരോധിച്ചതും പിന്നീട് അവർ തിരിച്ചു വന്നതും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ വീരഗാഥകളാണ്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമി ശക്തമായ ഒരു സ്വാധീനം തന്നെയാണ് കേരള സമൂഹത്തിൽ ചെലുത്തുന്നത്. മുസ്ലിം സ്ത്രീകൾ പൊതുവെ വീട്ടിനകത്ത് അടച്ചിരിക്കേണ്ടവരല്ല എന്ന് പ്രഖ്യാപിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്. മുസ്ലിം സ്ത്രീകൾക്ക് കാറോട്ടിക്കാം, ജോലി ചെയ്യാം എന്നൊക്കെ തീരുമാനിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്. എം സ്വരാജ് നിലമ്പൂരിൽ മത്സരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ എം സ്വരാജിന് ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പൊളിറ്റിക്സ് കേരള പുറത്ത് വിടുന്നത്. എം സ്വരാജ് മത്സരത്തിനെത്തുമ്പോൾ UDF വളരെ കരുതലിലായിരുന്നു. വളരെ കരുതലോടുകൂടിയാണ് UDF എം സ്വരാജിനെ ഇപ്പോഴും നേരിടുന്നത്. കാരണം നിലമ്പൂരിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി എം സ്വരാജ് തന്നെയാണ്. അതിൽ ഒരു മാറ്റവുമില്ല. നിലമ്പൂരിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു. പക്ഷേ അദ്ദേഹം മത്സരിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു ക്വാർട്ടർ ഫൈനലായാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടർ ഫൈനലായാണ് CPM കാണുന്നതെങ്കിൽ UDF കാണുന്നത്, കോൺഗ്രസ് കാണുന്നത് സെമി ഫൈനൽ ആയിട്ടാണ്. ഈ രണ്ട് വ്യത്യാസമുണ്ട്. എന്തായാലും നിലമ്പൂരിൽ കളം നിറഞ്ഞ് കളിച്ച് തുടങ്ങിയിരിക്കുന്നു എം സ്വരാജ്. CPM-ന് ഒരുപാട് പ്രതീക്ഷയുള്ള യുവ നേതാവാണ്. ഭാവിയിൽ ഒരുപാട് പ്രതീക്ഷ അദ്ദേഹത്തിന്മേൽ വെച്ച് പുലർത്തുന്നു CPM. മറുവശത്ത് ആര്യാടൻ ഷൗക്കത്തും സ്വതന്ത്രനായി അൻവറും എത്തിയതോടുകൂടി നിലമ്പൂരിൽ ഒരു ത്രികോണ പോരാട്ടത്തിൻ്റെ പ്രതീതി ഉണ്ടായി. ആ ത്രികോണ പോരാട്ടത്തിൻ്റെ പ്രതീതി ഏറെക്കുറെ സത്യവുമാണ്. എന്തായാലും ശക്തമായ സ്ഥാനാർത്ഥിയെ നിർത്തി എം സ്വരാജിനെ CPM മത്സരിപ്പിക്കാൻ ഇറക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെയും അവരുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയുടെയും വോട്ടുകൾ അതിനിർണായകമായി മാറുകയാണ്. അതിനിർണായകമായ വോട്ടുകളാണ് ഈ സംഘടനയ്ക്ക് നിലമ്പൂരിൽ ഉള്ളത്. ജമാഅത്തെ ഇസ്ലാമി RSSനെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായ ഒരു സംഘടനയാണ്. കാരണം മുസ്ലിം സമുദായത്തിനിടയിൽ അവർ നുഴഞ്ഞു കയറി സ്വാധീനം
സ്വാധീനം ആർജിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അത്ര ശക്തമായ ഒരു സംഘടനയായി നിൽക്കുമ്പോൾ വലിയ ഒരു പ്രതിസന്ധിയാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്നത്. ആ പ്രതിസന്ധി തരണം ചെയ്യാൻ ആര്യാടൻ ഷൗക്കത്തിന് കഴിയുമോ എന്നുള്ള ചോദ്യം ബാക്കിയായി മാറും. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വരാജിന് ലഭിച്ചതോടുകൂടി ഞങ്ങൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് സ്വരാജിന് ഈസി വാക്ക് ഓവർ തന്നെയാണ് നിലമ്പൂരിൽ ഉള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പൂച്ചയ്ക്കെന്തിന് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്ന ഒരു നിലപാടാണ് BJP സ്വീകരിച്ചത്. എന്നാൽ അവസാനം ആ നിലപാട് നാറ്റക്കേസായി മാറുമെന്ന്, നാറ്റവാർത്തയായി മാറുമെന്ന് അറിഞ്ഞതോടുകൂടി അവർ ഒരു സ്ഥാനാർത്ഥിയെ ചുമ്മാ പേരിന് അങ്ങ് നിർത്തി. ചുമ്മാ പേരിന് അങ്ങ് നിർത്തിയ സ്ഥാനാർത്ഥിയെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് BJPക്ക് അറിയാം. നിലമ്പൂരിൽ യുദ്ധം 3 പേർ തമ്മിലാണ്. സ്വരാജും ആര്യാടൻ ഷൗക്കത്തും PV അൻവറും തമ്മിൽ. PV അൻവർ പത്രിക പിൻവലിക്കാനുള്ള സമയമായപ്പോൾ UDFന് മേൽ വെച്ചത് ഒരിക്കലും നടക്കാത്ത ഒരു ഡിമാൻഡാണ്. PV അൻവർ വെച്ചു. ഒരു പക്ഷേ ആ ഡിമാൻഡ് UDFന് അംഗീകരിക്കേണ്ടി വരികയും ചെയ്യും. പക്ഷേ നിലമ്പൂരിൽ PV അൻവർ മുന്നോട്ട് വെച്ച ഡിമാൻഡ്, അതിൽ വളരെ പ്രാധാന്യമേറിയ ഡിമാൻഡുകളിൽ ഒന്ന് BD സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ളതാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ മാറ്റാൻ കോൺഗ്രസ്സിന് കഴിയില്ല. BD സതീശനെ മാറ്റിക്കൊണ്ട് മറ്റൊരാളെ പ്രതിപക്ഷ നേതാവാക്കാനൊന്നും കോൺഗ്രസ്സിന് കഴിയില്ല. UDF കൺവീനർ അടൂർ പ്രകാശും അൻവറും തമ്മിൽ നല്ല ബന്ധത്തിലായതുകൊണ്ട് അടൂർ പ്രകാശിനെ മാറ്റണമെന്ന് PV അൻവർ പറഞ്ഞതുമില്ല. ചുരുക്കത്തിൽ ആകെ മൊത്തം നിലമ്പൂരിൽ നാറി നിൽക്കുകയാണ് കോൺഗ്രസ്. നിലമ്പൂരിലെ ഇലക്ഷൻ സർവേ ഈ സ്റ്റോറിക്ക് പിന്നാലെ ഞങ്ങൾ പുറത്തുവിടും. ഞങ്ങൾ കൃത്യമായ ഒരു ഇലക്ഷൻ സർവേ പുറത്തുവിടുന്നുണ്ട് ഈ സ്റ്റോറിക്ക് ശേഷം. എന്തായാലും ശക്തമായ മത്സരമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. ഒരു വശത്ത് PV അൻവർ തൻ്റേതായ രീതിയിൽ മത്സരം നടത്തുന്നു. മറുവശത്ത് ആര്യാടൻ ഷൗക്കത്തും സ്വരാജും തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്നു. ആര് ഒന്നാമതെത്തും എന്ന് അടുത്ത സ്റ്റോറി പൊളിറ്റിക്സ് കേരളയുടെ സർവേ ഫലം പ്രസിദ്ധീകരിക്കുമ്പോൾ വെളിപ്പെടുത്തും. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. എന്തായാലും വലിയൊരു വിജയമാണ് സ്വരാജിന് നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ ഒന്നടങ്കം സ്വരാജിലേക്ക് മറിയും എന്ന വാർത്ത ഇപ്പോൾ എക്സ്ക്ലൂസീവായി ഞങ്ങൾ പുറത്തുവിടുന്നു.